വെൽക്കം ടു വിദ്യാനിധി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ LGS ഈ വരുന്ന കമ്പനി ബോർഡ് എക്സാം എങ്ങനെ പ്രിലിംസും മെയിൻസും എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഹോട്ട് ടോപ്പിക്സ് ആണ്. അന്നേരം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു 40 അല്ലെങ്കിൽ 50 ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞു തരാം. അത് നിങ്ങളൊന്ന് ആദ്യം കവർ ചെയ്യുന്ന കൂട്ടത്തിൽ ആ ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്ത് പോകാൻ. അപ്പോൾ ഞാൻ പറയുന്നു, ആ ഒരു പോർഷൻസ്, ആ ഒരു 50 പോർഷൻസ് നിങ്ങൾ കവർ ചെയ്തിട്ട് അത് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക, പ്രീവിയസ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഏകദേശം ഒരു 15 മാർക്കെങ്കിലും നിങ്ങൾക്ക് ആ ഹോട്ട് ടോപ്പിക്സിൽ നിന്ന് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ തോന്നിയ 15 ടോപ്പിക്സ്, അല്ല 50 ടോപ്പിക്സ് ആണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു 50 ടോപ്പിക്സ് കവർ ചെയ്തിട്ട് അപ്പോൾ വെൽക്കം ടു ഹോട്ട് ടോപ്പിക്സ്. അതാണ് ഇത്. ഇതിൽ ഞാൻ ഹോട്ട് ടോപ്പിക്സ് ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ 50 എണ്ണം. അപ്പൊ അതിന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരു PYQ. നിങ്ങൾ ഈ 50 ടോപ്പിക്സും അത്യാവശ്യം SCERTയും കുറച്ചധികം കറണ്ട് അഫയേഴ്സും നോക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കും. എന്നിട്ട് മാത്രം നല്ലതാണോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ടോപ്പിക്സ് എന്തായാലും പഠിക്കാനുള്ളതാണ്, സിലബസിലുള്ളതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 10 അല്ലെങ്കിൽ 15 മാർക്ക് ഉറപ്പായും കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്ന് കവർ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ കുറെ ചവറ് പോലെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ സിലബസ് നോക്കിയിട്ട് കുറേ പോർഷൻസ് കവർ ചെയ്തിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഇനിയുള്ള ഇത്ര ദിവസം കൊണ്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ ഈ 50 ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്ത് നോക്കിയിട്ട് അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും 15 മാർക്ക് കിട്ടും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സിലബസുകളും സംഭവങ്ങളും ഒക്കെ നോക്കുക. നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് ഇപ്പം നാളെ പഠിക്കാനുള്ളത് ഇന്നൊരു ടൈം ടേബിൾ തയ്യാറാക്കി വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അറിയാം. അതിൽ ഇതും കൂടി ആഡ് ചെയ്തിട്ട് പഠിച്ചു നോക്കൂ. അപ്പം നമുക്ക് ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൗലിക അവകാശങ്ങളും റിട്ടുകളും മൗലിക കടമകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണിത്. പിന്നെ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നായകന്മാരാണ്. ഇന്ത്യൻ ഭൂപ്രകൃതി ജോഗ്രഫിന്ന്, പഞ്ചവത്സര പദ്ധതികൾ എക്കണോമിക്സിന്ന്, കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ, കേരളത്തിലെ മുൻകാല പ്രക്ഷോഭങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സിലബസിലുണ്ട്. വൈകുണ്ഠസ്വാമികൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വൈകുണ്ഠസ്വാമികൾ കേരള നവോത്ഥാനത്തിന്ന്, കേരളത്തിലെ നദികള്, ബയോളജിന്ന് തലച്ചോറ് ഭാഗങ്ങൾ, പിന്നെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ. ഇതാണ് ആദ്യത്തെ 10 ടോപ്പിക്സ്. ആദ്യം ഞാൻ പറയുന്ന ഈ 10 ടോപ്പിക്സ്, ഇതിൽ നിങ്ങൾക്ക് ചെറുതെന്ന് തോന്നുന്നത് ആദ്യം പഠിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ചെറുത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു ഇത് ഫീൽ ചെയ്യില്ല. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, രോഗങ്ങളും രോഗകാരികളും, ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, അത് പൊതുജനാരോഗ്യത്തിൽ നിന്നാണ്. പൊതുജനാരോഗ്യത്തിൽ നമുക്ക് 10 മാർക്ക് LGSന്റെ അകത്തുണ്ട്, 10 മാർക്ക് ബയോളജിക്ക് ഉണ്ട്. മൊത്തം 20 മാർക്ക് ബയോളജിക്ക് വരെ. അത്രയും പോർഷൻസ് കവർ ചെയ്താൽ നമുക്ക് 20 മാർക്ക് കിട്ടും കേട്ടോ. വൃക്ക, നീതി ആയോഗ്, ഇന്ത്യൻ നദികൾ, ചട്ടമ്പി സ്വാമികൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, അങ്ങനെ 20 എണ്ണം. ഇതാണ് ആദ്യത്തെ 20 എണ്ണം. ഈ ആദ്യത്തെ 20 എണ്ണം കുറെയൊക്കെ നോക്ക് നിങ്ങൾ. ഞാനിപ്പോ ഇങ്ങനെ എടുത്തു പറയുമ്പോൾ ഒരു 3/4% GKയുടെ സിലബസ് ഇതിൽ കവർ ആയി പോകുന്നുണ്ട്. നിങ്ങൾ സിലബസ് എടുത്തു വെച്ച് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ, കേരളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങൾ, കറണ്ട് അഫയേഴ്സ്, പാരീസ് ഒളിമ്പിക്സ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മാറ്റത്തിന്റെ ഘടന, സയൻസ്, ഐക്യരാഷ്ട്ര അന്താരാഷ്ട്ര വർഷങ്ങൾ, കേരളത്തിലെ നിലവിലെ മന്ത്രിസഭ, കണ്ണ്, ചെവി, കേരളത്തിലെ പ്രധാന പദവികൾ, ഇന്ത്യയിലെ പ്രധാന പദവികൾ, 30 നോബൽ സമ്മാനം, 31 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, 32 ഊർജ പരിവർത്തനങ്ങൾ, 34 ചലനം, ചലനവാക്യങ്ങൾ, 35 ശബ്ദം, 36 ജീവിതശൈലി രോഗങ്ങൾ,
സോറി, ഇതില് സ്പെല്ലിംഗ് തെറ്റുണ്ട്, അക്കം തെറ്റുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 32 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, 32 ഊർജ പരിവർത്തനങ്ങൾ, 33 ചലനം ചലനവാക്യങ്ങൾ, 34 ശബ്ദം, 35 ജീവിതശൈലി രോഗങ്ങൾ. അടുത്തത് 36 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ വിവരാവകാശ കമ്മീഷൻ, ക്വിറ്റ് ഇന്ത്യ സമ്മേളനം, ലാഹോർ സമ്മേളനം, കേരളത്തിലെ പ്രധാന പദവികൾ, ഇന്ത്യയിലെ പ്രധാന പദവികൾ. 39 കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളും ഇന്ത്യയിലെ അടിസ്ഥാന വിവരങ്ങളും. 40 കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും. 41 ഐസോട്ടോപ്പുകൾ, ചലനവും ചലനവാക്യങ്ങളും. 42 ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. 43 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. 44 ഇന്ത്യൻ മനുഷ്യന്റെ ശ്രവണ പരിധി. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 40 മനുഷ്യന്റെ ശ്രവണ പരിധി. സങ്കര ഇനത്തിലുള്ള കാർഷിക വിളകൾ, പ്രവൃത്തി പോസിറ്റീവും നെഗറ്റീവും, പത്മ പുരസ്കാരങ്ങൾ, ലോകസഭ രാജ്യസഭ, പ്രകാശ പ്രതിഭാസങ്ങൾ. ഇത്രയാണ് ഞാൻ പറഞ്ഞ 50 ഹോട്ട് ടോപ്പിക്സ്. നിങ്ങൾ ചെയ്ത് നോക്ക്. നിങ്ങൾ ഇത് കവർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് 25 മാർക്കോളം ഒക്കെ കിട്ടിയെന്ന് വരും. അത് ഇത് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഇങ്ങനെ ഇത്രയും പോർഷൻസ് പഠിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിനുള്ള ഒരു ഗുണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലോ ലെവലിൽ നിൽക്കുന്നതിൽ നിന്നും ഒരുപാട് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് സ്വയം ഒരു മോട്ടിവേഷൻ ആവും. നിങ്ങൾ ഞാൻ പഠിക്കുന്നത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നത് എനിക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെയുള്ള, നമ്മൾ പഠിക്കുന്നത് തറവായിരിക്കണം. നമ്മൾ പഠിക്കുന്ന പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ നഷ്ടപ്പെടരുത്, എന്നാലേ അതൊരു കാര്യമുള്ളൂ. അപ്പൊ പഠിക്കുന്ന ഈ 50 ടോപ്പിക്സിൽ നിങ്ങൾ ഒരു ടോപ്പിക്സ് പഠിച്ചാൽ ആ ഒരു ടോപ്പിക്സും നിങ്ങൾ തറവായിരിക്കണം. അതിന്റെ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. റിവിഷൻ അതുപോലെ ചെയ്യണം. നമ്മൾ റിവിഷൻ ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ അകത്ത് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ ഈ ടോപ്പിക് ചെയ്തിട്ട് ഒരു PYQ. അപ്പൊ ആർക്കെങ്കിലും ഗുണമുണ്ട്, നിങ്ങൾക്ക് ഇതിന് റിസൾട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ. ചെയ്തിട്ട് പഠിച്ചിട്ട് എപ്പോഴെങ്കിലും ഗുണമുണ്ട്, ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾക്കത് ഉപകാരപ്രദമായെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി ഇല്ല, നിങ്ങൾക്ക് ഉപകാരപ്രദമല്ല, നിങ്ങൾക്കത് ഇതാണ്, നിങ്ങൾക്കത് ലോ മാർക്കിലേക്ക് എങ്ങാനും പോവാണെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പൊ താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.